നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ കെ.ജെ. റോയ് ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യാപകമായ ദുരൂഹതകളടങ്ങിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, അദ്ദേഹം മരണപ്പെട്ടത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മൾ കേട്ടറിവാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം. ആത്മഹത്യയാണെന്ന് നമ്മൾ വിശ്വസിക്കാം. ആണെങ്കിൽ അദ്ദേഹം എപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്? അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. എവിടുന്നാണെന്ന് അറിയാമോ? ദുബായിൽ വെച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡയറിയിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം എഴുതി വെച്ചിരുന്നു. ഈ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് ഈ മരിച്ച സമയത്ത് എഴുതിയതല്ല. അദ്ദേഹത്തോട് അർജന്റായിട്ട് കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്താൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയാണ്. സാധാരണ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ച് അദ്ദേഹം ഓഫീസിൽ ചെന്ന് അതിന്റെ വിശദീകരണം കൊടുത്താൽ മതി. അതിന്റെ അദ്ദേഹത്തിന്റെ ജനറൽ മാനേജറോ അല്ല ഓഡിറ്ററോ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഏത് സംശയങ്ങളും തീർത്താൽ മതി. എന്നാൽ പകരം അദ്ദേഹത്തോട് നിർബന്ധമായിട്ടും എത്തണമെന്നും നേരിട്ട് കാണണമെന്നുമുള്ള അറിയിപ്പാണ് കിട്ടിയത്. അപ്പോൾ ആ അറിയിപ്പ് കിട്ടുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അതിന് കാരണം, അതായത് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്തിരുന്ന ഇന്ത്യയിലെ പ്രമുഖനായ ഒരാളെ വിളിച്ചു വരുത്തി ബാംഗ്ലൂരിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം വളരെ രഹസ്യമായിട്ടാണ് ഈ പറയുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന് പണം കൊടുത്തിരുന്ന അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിൽ തന്നെ എല്ലാ രേഖകളും, അതായത് ആദായ നികുതി വകുപ്പിന് കിട്ടേണ്ടതായ എല്ലാ രേഖകളും ആദായ നികുതി വകുപ്പ് നേരത്തെ കളക്ട് ചെയ്തിരുന്നു എന്നർത്ഥം. ഈ കാര്യം കെ.ജെ. റോയിയോട് അദ്ദേഹം ദുബായിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. നമ്മൾ പെട്ടുകഴിഞ്ഞു, ഇനി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും അതേപോലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡും അന്വേഷണവും എല്ലാം ആരംഭിച്ചത് 6 മാസമായി. 6 മാസം മുമ്പ് ഇത് ഉണ്ടാവാൻ കാരണം, മുമ്പത്തെ മാതിരില്ല UAE കൊണ്ടുപോയി പണമൊന്നും ആർക്കും ഡംപ് ചെയ്യാനൊന്നും പറ്റില്ല. ഇദ്ദേഹം അവിടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് വളർന്നു കൊണ്ടിരിക്കെ UAEയും ഇന്ത്യയും തമ്മിലുള്ള ധാരണ വളരെ സുതാര്യമായി. അവിടെയുള്ള പ്രതികളെ ഇവിടെയുള്ള പ്രതികളെ അങ്ങോട്ടും കൈമാറ്റം ചെയ്യാനുള്ള ധാരണയുണ്ട്. അതോടൊപ്പം അവിടെയുള്ള ഏത് വിവരങ്ങളും അപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെന്റ് അയക്കാനും ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ട് അയക്കാനും അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ പിടികൂടാനും എളുപ്പത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ മാതിരിയല്ല. ഇന്ത്യയും UAEയും തമ്മിൽ വളരെ സുദൃഢമായ ബന്ധമാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ക്രിമിനൽ ഉണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കാൻ ഇന്ത്യ ബാധ്യസ്ഥനാണ്. അവിടെ ക്രിമിനൽ ഉണ്ട്, അവിടെ പിടിച്ചു കൊടുക്കാൻ UAEയും ബാധ്യസ്ഥമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചില ഇടപാടുകളെ കുറിച്ചുള്ള സംശയങ്ങൾ UAEയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ അവർ വളരെ വിശദമായി അന്വേഷണം നടത്തിയപ്പോൾ കെ.ജെ. റോയ് പറഞ്ഞത്, ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ് നിന്ന് കിട്ടിയ വലിയ ലാഭമാണ് ഞാൻ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അതിൽ സംശയം തോന്നിയ UAE ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിക്കുകയാണ്, കെ.ജെ. റോയിയുടെ ഇടപാടുകളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, എങ്ങനെ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇത് അന്വേഷണത്തിൽ കൃത്യമായുള്ള മറുപടി തന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പരിമിതിയുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഈ കാര്യം അന്വേഷിച്ച് ഞങ്ങൾക്ക് ഈ വിവരം തരണം. ഈ കാര്യം കെ.ജെ. റോയ് ഓൺ ദ സ്പോട്ട് അറിയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് തന്നെ ചില ആളുകൾ അദ്ദേഹത്തിന് കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ കെ.ജെ. റോയിയുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ കെ.ജെ. റോയിയുടെ ഇടപാടുകളെ കുറിച്ച് ആദായ നികുതി വകുപ്പിന് കൃത്യമായി വിവരം കൊടുത്ത് എൻഫോഴ്സ്മെന്റിന് വിവരം കൊടുത്തിരുന്നു. കാരണം ഉള്ളിൽ തന്നെയുള്ള ആളുകളാണല്ലോ എപ്പോഴും ശത്രുക്കളാവാറ്. ഈ വിവരങ്ങൾ കിട്ടിയതോട് കൂടിയിട്ട് ആദായ നികുതി വകുപ്പ് ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ കൃത്യമായി കണ്ടെത്തുകയും അതിൽ ഏറ്റവും പ്രമുഖനായ ആളെ ചോദ്യം ചെയ്തതോട് കൂടിയിട്ടാണ് കെ.ജെ. റോയ് ഞെട്ടിയത്. ഇത്രയും കാലം താൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഏറ്റവും വലിയ ഫണ്ടറെ കൃത്യമായി ആരും പുറലോകം അറിയില്ല എന്ന് വിചാരിച്ചെങ്കിലും ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും അത് ആ ആള് തന്നെ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് ദുബായിലേക്ക് വിളിച്ചു പറയുകയും ഈ സന്ദർഭത്തിലാണ് ദുബായിൽ നിന്ന് അർജന്റായിട്ട് കർണാടകയിൽ എത്തണം, ബാംഗ്ലൂരിൽ എത്തണം എന്നുള്ള ആദായ വകുപ്പിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം കൃത്യമായി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചത്. അതായത് താൻ ഇനി പിടിക്കപ്പെടാൻ പോവുകയാണ്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ UAEയിലും അതേപോലെ ഇന്ത്യയിലും അറസ്റ്റിലാകും, അറസ്റ്റിലായി കഴിഞ്ഞാൽ
ആഹ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ ഫണ്ടിന്റെ സോഴ്സിന്റെ അത്രയും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന് ശക്തമായി NIA അടക്കം കേസെടുക്കാവുന്ന രൂപത്തിലുള്ള ഫണ്ടാണ് എന്നുള്ള രൂപത്തിലാണ് ഇന്ത്യ ഗവൺമെന്റിന് ആ വിവരം കിട്ടിയത്, UAE വിവരം കൊടുത്തതും. അപ്പൊ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. മാത്രമല്ല ഈ സന്ദർഭത്തിൽ തന്നെ ഈ റെയ്ഡുകൾ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ തന്നെ KJ റോയിയെ സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ KJ റോയ് എന്ന ബിംബത്തെ അദ്ദേഹം എന്തോ വലിയ കോടികളിൽ നിന്ന് കോടികളിലേക്ക് പറന്നുയരുന്ന സ്ഥാപനത്തിന്റെ കോൺഫിഡന്റ് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ വിശ്വസിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും എല്ലാ മേഖലകളെയും കടത്തിക്കൊണ്ടിരിക്കുന്ന ചില അദ്ദേഹത്തിന്റെ രീതികളുണ്ട്. ഒന്നാമത് അദ്ദേഹം എപ്പോഴും സെലിബ്രിറ്റി ആയിട്ടാണ് ജീവിക്കുന്നത്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലോർ മുഴുവൻ അദ്ദേഹം ബുക്ക് ചെയ്യും. അത് 10-15 വർഷമേ അദ്ദേഹം തുടരുന്ന ഒരു കാര്യമാണ്. എത്ര കോടി രൂപയാണ് വേണ്ടതെന്ന് അറിയാമോ? അദ്ദേഹം താമസിക്കുന്ന സമയത്തോളം കാലം ആ ഫ്ലോർ അദ്ദേഹത്തിന്റെ ആയിരിക്കും. അദ്ദേഹം ലിഫ്റ്റ് കയറണം, ഒറ്റയ്ക്കേ കയറാൻ സമ്മതിക്കുള്ളൂ. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു 10-15 അംഗരക്ഷകരുണ്ട്, തോക്കും എല്ലാ സൗകര്യങ്ങളുമായിട്ടുള്ള ആളുകൾ. അവര് അടുത്ത ലിഫ്റ്റിൽ കയറണം. അടുത്ത ലിഫ്റ്റിൽ കയറി ഇറങ്ങി വന്ന് ഇദ്ദേഹം എങ്ങനെയാണ് അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യും. വന്നിട്ട് അവരെ കൂടെ കാറിന്റെ അടുത്തേക്ക് പോകും. ഒറ്റയ്ക്ക് നടന്നു പോവില്ല. നമുക്കറിയാം, വലിയ യൂസഫലിയൊക്കെ കണ്ടില്ല, യൂസഫലിയും ഗോപാലിനൊക്കെ നടന്നു പോകുന്നത് ഒരു പ്രശ്നമില്ല. അവര് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ജനങ്ങളിലേക്ക്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. എന്നാൽ ഇവര് എപ്പോഴും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയായ KJ റോയ് ചെല്ലുന്നത് എന്തോ പേടിച്ചരണ്ട് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നടത്തവും അദ്ദേഹത്തിന്റെ ഈ യാത്രയും എല്ലാം തന്നെ എപ്പോഴും അംഗരക്ഷകരുണ്ടായിരിക്കും. അംഗരക്ഷകരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യാറുള്ളത്. അതേപോലെ കാറിൽ കയറുന്നവർ അത്ര ഒരു ഡിസ്റ്റൻസ്, ഒരു 10-20 മീറ്റർ ആയിരിക്കും ചിലപ്പം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് കാറിൽ വരെ എത്തേണ്ടത്. അവിടേക്ക് പോലും അദ്ദേഹം അംഗരക്ഷകരെത്തി അവരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ചിലർ. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉൾഭയമുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന കോൺഫിഡന്റ് റോയ് അല്ല. അദ്ദേഹത്തിന് പല ഇടപാടുകളിലും പലരെയും ചതിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതേപോലെ പലരും വലിയ എമൗണ്ട് കള്ളപ്പണമായി കൊടുത്തിരിക്കുന്ന കാര്യം ഉള്ളപ്പോൾ, അവർക്ക് തിരിച്ചു കൊടുക്കാതെയുള്ള പല ആളുകളും ഉണ്ടെന്നിരിക്കുമ്പോൾ, ആ ആളുകൾ ഇദ്ദേഹത്തെ ഏത് സമയത്തും ഗുണ്ടാ സംഘവുമായി മാഫിയ സംഘവുമായി അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടു പോകും എന്നുള്ള ഭീതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനൊക്കെ ആക്കം കൂട്ടിയത് അദ്ദേഹത്തിന് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് കിട്ടാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വന്നത് റെയ്ഡ് ആരംഭിച്ചോട് കൂടിയിട്ടാണ്. ഈ UAE ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന്, ഈ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് വന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5-6 മാസമായി ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. പലരും കൊടുത്ത പണം തിരിച്ചു ചോദിക്കുന്നു, പലർക്കും പുതിയതായി തരുന്നില്ല, പുതിയ പദ്ധതികൾ പല പ്രഖ്യാപിക്കുന്നുണ്ട്, നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം ഈ പ്രശ്നങ്ങളുമായിട്ട് ആദായ നികുതി വകുപ്പ് കൃത്യമായി തെളിവുകൾ സഹിതം കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത്. ആ സന്ദർഭത്തിലാണ് 29-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തത്. 29-ാം തീയതി ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ ഹാജരാക്കണം എന്നാണ് പറഞ്ഞത്. അടുത്ത കാണുമ്പോൾ ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ താഴെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് പ്രവർത്തിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഓഫീസും ക്യാബിനും എല്ലാം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ക്യാബിൻ തുറന്ന് പരിശോധിക്കണമെന്നും കാണണമെന്നും ഈ ആദായ നികുതി വകുപ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പിറ്റേ ദിവസം ഒരു മുന്നറിയിപ്പും കൊടുത്തിരുന്നില്ല ആദായ നികുതി വകുപ്പ് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അതിന്റെ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് 29-ാം തീയതി മാത്രമാണ് ആദായ നികുതി വകുപ്പ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പക്ഷെ ചോദ്യം ചെയ്തപ്പോൾ ക്യാബിൻ തുറന്നു കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന രേഖകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിടിക്കപ്പെട്ടു, ശരിക്കും പിടിക്കപ്പെട്ടു. ഇനിയൊരു രക്ഷയില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് അറസ്റ്റ് ആണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 കേസുകളിലല്ല പെടുക, നിരവധി കേസുകൾ പെടും. അങ്ങനെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ആളുകൾക്കൊക്കെ തന്നെ പെട്ടെന്ന് അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ പറയും. അതായത് ചെറിയ എമൗണ്ട് ഒന്നല്ല, പലരും 100 കണക്കിന് ഡിപ്പോസിറ്റ് പലരും കൊടുത്തിട്ടുള്ളത്. വലിയ കോടീശ്വരന്മാരാണ് അവരുടെ ഫണ്ടെല്ലാം കൊടുത്തിട്ടുള്ളത്. അവരെല്ലാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കേസായി മാറും. ഒരു കേസിൽ നിന്ന് 100 കേസുകളിലേക്ക് അദ്ദേഹം പിടിക്കപ്പെടും. ചീറ്റിംഗ് കേസുകളിൽ അദ്ദേഹം കുടുങ്ങും. അതോടൊപ്പം തന്നെ UAE-യിലും ഇന്ത്യയിലുമായിട്ട് ജയിലിൽ കഴിയേണ്ടി വരും. അത്രയും സുപ്രധാനമായ രേഖയാണ് അവർ കിട്ടിയിരിക്കുന്നത്.
ഇത് അദ്ദേഹം മനസ്സിലാക്കുന്നത് നേരത്തെ അദ്ദേഹം വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരീഷ് സാൽവെ പോലുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ വെച്ച് ഏത് കേസും ഊരിപ്പോരാൻ കഴിവുള്ള ആളാണെന്നൊക്കെ ധരിച്ചിരുന്നെങ്കിലും കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം നേരത്തെ ആദായ നികുതിന്റെ വകുപ്പിന്റെയും അതേപോലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡിനെതിരെ അവര് ഇത്ര നടത്തുന്ന റെയ്ഡുകൾക്കെതിരെ പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഡൽഹിയിൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് വന്ന് എറണാകുളം ഹൈക്കോടതിയിൽ വരികയും ആ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് സ്റ്റേ ഒക്കെ നീക്കം ചെയ്യാനും എളുപ്പത്തിൽ കഴിഞ്ഞു. കാരണം സോളിസിറ്റർ ജനറൽ ഡൽഹിയിൽ നിന്ന് വരണമെങ്കിൽ അത്രയും ഗൗരവമായ കാര്യമാണ് UAE ഗവൺമെന്റ് അറിയിച്ചതും ഇന്ത്യ ഗവൺമെന്റ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചതും. ആദായ നികുതി വകുപ്പും ധനകാര്യ വകുപ്പും അതേപോലെ എൻഫോഴ്സ്മെന്റും ഒരേപോലെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. NIA കൂടെയും CBIയും കൂടെ രംഗപ്രവേശം ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ റോയ് മനസ്സിലാക്കിയിട്ടുണ്ട്, താൻ വിചാരിച്ചാൽ കോടതികളിൽ നിന്നും എത്ര വലിയ കൊമ്പന്മാരെ കൊണ്ട് ഇറക്കിയാലും കേസുകൾ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധം വന്നത് കേരള ഹൈക്കോടതിയിലെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സ്റ്റേ ഒഴിവാക്കിയതോടുകൂടിയാണ്. ഈ വിധത്തിൽ അദ്ദേഹം എല്ലാ തരത്തിലും മാനസിക സമ്മർദ്ദത്തിലേക്ക് വരികയും അദ്ദേഹം കഴിഞ്ഞ 6 മാസമായിട്ട് മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് മരുന്ന് കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വല്ലാത്ത അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം എപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും പുറത്തു വന്ന വിവരം അത് തന്നെയാണ്. ഈ മാനസിക സമ്മർദ്ദം അതിന്റെ പീക്കിലായിരുന്നു അദ്ദേഹം. ആ സന്ദർഭത്തിൽ അദ്ദേഹം ദുബായിൽ നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം എന്തൊക്കെയായിരിക്കണം ഇനി തുടർ നടപടികൾ, മരിച്ചാൽ ആരെയായിരിക്കണം ഇതിന്റെ ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത്, ഇപ്പോൾ ആരൊക്കെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന പ്രകാരം പ്രവർത്തിക്കണം എന്നുള്ള പ്ലാനും പ്രവർത്തനവും കൃത്യമായി എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള കാര്യം എഴുതി വെച്ചത്. ആത്മഹത്യാക്കുറിപ്പ് അല്ലെങ്കിലും ജീവിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താണ് കാരണമെന്നും വളരെ വിശദമായി പറഞ്ഞു. 9 പേജുള്ള ശരി വലിയ കുറെ ദിവസങ്ങളായി അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ എല്ലാം പുറത്തു വരുമ്പോൾ അത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആദ്യം നമ്മൾ വിചാരിച്ച ആദായ നികുതി വകുപ്പാണ് ഇതിന്റെ പിന്നിൽ കാരണം, സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം തന്നെ വന്നിരുന്നു. ആ കുടുംബം പറയാനുള്ള സാഹചര്യമുണ്ട്. കാരണം ആദായ നികുതി വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം കേട്ടത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ആദായ നികുതി ഡോക്യുമെന്റ് കൊടുക്കാൻ പറഞ്ഞു, അവർക്ക് ഫ്രീ ആയി വിട്ടിരുന്നു ആരെ, KJ റോയിയെ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സന്ദർഭത്തിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ദുബായിൽ നിന്നുള്ള കിട്ടുന്ന വിവരമാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ദുബായിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹം നേരത്തെ അവിടുന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചിട്ടാണ്, മരിക്കാൻ തയ്യാറായി എന്ന് ഉറപ്പിച്ചിട്ടാണ്, ഇനി രക്ഷയില്ല, ഞാൻ പിടിക്കപ്പെട്ടാൽ പുറം ലോകം കാണില്ല എന്ന് കൃത്യമായിട്ട് അറിയും. മാത്രമല്ല അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വലിയ അഭിമാനിയാണ്. എല്ലാവരുടെ മുന്നിൽ ഗ്ലാമർ താരമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. അത് ഏത് രൂപം നോക്കിയാൽ എല്ലാവരും മുമ്പിൽ ആ ഗ്ലാമർ പരിവേഷത്തോടുകൂടി ഒരു ഫിലിം സ്റ്റാറിന്റെ ലുക്കോട് കൂടിയിട്ടാണ് അദ്ദേഹം നടത്തവും ഇരുത്തവും കിടത്തവും സംസാരവും എല്ലാം തന്നെ. എവിടെയും അദ്ദേഹത്തിന് അംഗരക്ഷകരോടുകൂടിയുള്ള യാത്രകളും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു അദ്ദേഹം. അതെല്ലാം ഒരു ദിവസം വലിയ ഊതി വെറുപ്പിച്ച വല്ലതും പോലെ പൊട്ടിത്തകരുമെന്നും അപമാന ഭാരത്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ കാരണമെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത്, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. അത് വളരെ ദുരൂഹമാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെടിയേറ്റ് മരിച്ചതെന്ന് പറയുന്നത് എങ്ങനെ നെഞ്ചത്ത് വെടിവെക്കാൻ പറ്റും? ഒരു വലിയ ശരീരമുള്ള ഒരാൾക്ക് കൈ മടക്കി വെടിവെക്കാൻ കഴിയില്ല എന്നുള്ള സത്യം. തലയ്ക്ക് വെടിവെക്കാനേ പറ്റുള്ളൂ എന്ന് കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ടാണ്. അതിനെപ്പറ്റിയുള്ള സയന്റിഫിക് ആയുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുള്ളൂ. പിസ്റ്റളിൽ ആരുടെ കൈ ഫിംഗർ പ്രിന്റ് ആണുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുള്ളൂ. എന്തായാലും ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അദ്ദേഹം എന്നെ നേരിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. കവിയൂർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സിനിമയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അദ്ദേഹത്തുമായി ബന്ധപ്പെടുത്തി എന്നെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ നേരിട്ട് പിന്നീട് കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞാനും എൻ്റെതായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നു. പലരും എൻ്റെ അടുത്ത് കവിയൂർ കേസ് സിനിമയാക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ 1-2 പേർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ആ സംഭവം ഞാൻ ഇപ്പോൾ വളരെ കവിയൂർ കേസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. വീണ്ടും ഇതുപോലെ വളരെ ദുരൂഹതയുള്ള എത്തിക്കുന്ന പല സംഭവമാണ് കവിയൂർ കേസ് എന്ന് പറയുന്നത്. എന്തായാലും KJ റോയിയുടെ മരണം
പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. അദ്ദേഹം നേരത്തെ മരിക്കാൻ തീരുമാനിച്ചതാണ്, ദുബായിൽ വെച്ച് മരിക്കാൻ തീരുമാനിച്ചതാണെന്നുള്ളതാണ് ഈ വീഡിയോന്റെ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നന്ദി, നമസ്കാരം.